ചിലപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ വിനായകന്റെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. ഇതാണ് വിനായകന്റെ വാദം. എന്താണ് ചർച്ചകൾ തുടരട്ടെ എന്നും എന്താണ് ഈ നെഗറ്റീവ് എനർജി ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് വിനായകൻ പലപ്പോഴും ഈ രീതിയിലാണല്ലോ. പക്ഷെ ഒരു മാപ്പ് എന്ന രീതിയിൽ ആത്മാർത്ഥതയുള്ളതാണ് ഈ വാക്കുകളെന്ന് ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിനായകൻ പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞുവിടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എറണാകുളത്ത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള പ്രശ്നം, അതിനുശേഷം ആ പത്രസമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയോട് കൺസെന്റ് ചോദിച്ചാലല്ലേ കിട്ടൂ എന്ന് പറഞ്ഞൊക്കെ ആ പെൺകുട്ടി ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിൽ ഒരു എന്താ പറയുക സെക്ഷൽ ടിഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പിന്നീട് ഹൈദരാബാദിൽ വെച്ചുള്ള പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് വിനായകൻ എന്തായാലും ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ആരും മാപ്പ് പറഞ്ഞാലും ഒന്ന് സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് പൊതുസമൂഹത്തിന് കാണിക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിയാണ് സ്ഥിരം വരുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും വേണം. അദ്ദേഹത്തിന് എപ്പോഴും ഈ രീതിയിൽ ഒരു നെഗറ്റീവ്, എപ്പോഴും ഒഫൻസീവും എന്താ പറയുക ഇങ്ങനെ മാത്രമല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ടോണാണ്, ടിഞ്ചാണ് അദ്ദേഹത്തിന് എപ്പോഴും വരുന്നത്. നേരത്തെ ശ്രീ ജോസ് തോമസ് പറഞ്ഞ പോലെ, ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹവും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല വിനായകൻ പറ്റുമെങ്കിൽ എത്ര എളുപ്പം ഒരു ഹെൽപ്പ് തേടണം. വിനായകന്റെ ഈ പോസ്റ്റിൽ നിന്നടക്കം വിനായകന് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ഉണ്ട് എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ഒരു പക്ഷേ എന്താ പറയുക ലൈഫ് കോച്ചിങ് എന്നോ അല്ലെങ്കിൽ സൈക്കോളജി കൗൺസിലിംഗ് എന്നോ മെന്ററിംഗ് എന്നോ എന്ത് പേര് വിളിച്ചാലും ആ പേരിൽ ശ്രീ വിനായകൻ അങ്ങനെ സപ്പോർട്ടും മറ്റും നേടേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം ഒരാളിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ അല്ല, വിനായകനിൽ നിന്ന് 5, 6, 7 പൊതുസമൂഹത്തിൽ നമുക്ക് ഓർക്കാൻ തക്ക തന്നെ ഭാഗത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അദ്ദേഹം പല രീതിയിലും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സെക്ഷൽ ഇൻഡോസ് ആയിരിക്കാം, ചിലപ്പോൾ ആൾക്കാരോട് റൂഡായി ബിഹേവ് ചെയ്യുന്നതായിരിക്കാം, ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെ അസഭ്യം പറയുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രവണത അത് വളരെ മോശമാണ്. എന്നെയും എന്റെ വൈഫ് ദീപയും കൂടെ ചേർത്ത് പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പിൻവലിക്കുകയൊക്കെ ചെയ്തു. എന്തോ അദ്ദേഹത്തിന്റേതായ ചില കോണ്ടെക്സ്റ്റിൽ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പൊ ഇത് എന്താ പൊതുസമൂഹത്തിനെ നമുക്കൊരു മാന്യതയും മര്യാദയും സഭ്യതയും ഒക്കെ ഉണ്ടല്ലോ, അത് അദ്ദേഹം ലംഘിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയണം. സെക്ഷൻ പറയുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ ഒബ്സിനിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ പബ്ലിക് പ്ലേസിലെ ഒബ്സിനിറ്റി BNS 296 അടക്കമുള്ള പല കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം. പൊതുസമൂഹത്തിൽ മാന്യതയില്ല എന്നുള്ള കാര്യം പറയാം. എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ആലങ്കാരികമായി ജോസ് തോമസ് സാറ് പറഞ്ഞതുപോലെ 2 അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ ആലങ്കാരികമായി പറയും. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ പലപ്പോഴും കൗൺസിലിങ്ങോ ഹെൽപ്പോ വേണം, അല്ലെങ്കിൽ പോലീസ് കേസോ തുടങ്ങിയ കാര്യങ്ങൾ വേണം. എന്നാലും വിനായകനെ തന്നെ ഒരു കൺട്രോൾ ഇടുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാര്യം നമ്മുടെ ദളിത് സമൂഹം വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഉയർന്നു വന്നത്. ആ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ദളിത് സമൂഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരം ബിഹേവിയർ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് പോരാടി നേരിയ പല പോരാട്ടങ്ങളെയും അത് ഡീമീൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ വിനായകന്റെ ദളിത് സ്വത്വം അല്ലല്ലോ ഇതിന്റെയൊക്കെ കാരണം. വിനായകന്റെ ആ രീതിയിലുള്ള ഇറാറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ മോശം ബിഹേവിയറിലല്ലേ ഇത് എല്ലാ ദളിത് സഹോദരങ്ങൾക്കും ചാർത്തി കൊടുക്കുന്നതിലൂടെ അവർ ജെനുവിൻലി ഫൈറ്റ് ചെയ്തതും പോരാടുന്നതും മുമ്പോട്ട് വരുന്നതും മുമ്പോട്ട് വെക്കുന്നതുമായ പല നിലപാടുകളും മറ്റും ഡയല്യൂട്ട് ചെയ്യപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ വിലയില്ലാതാകുകയാണ്, അതിന്റെ ശക്തി ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് വിനായകൻ എന്തായാലും പുനർചിന്തിക്കണം. പറ്റുമെങ്കിൽ ഹെൽപ്പ് അദ്ദേഹത്തിന് സംഘടനകൾ അടക്കമുള്ളത് കൊടുക്കണം. ഇപ്പോൾ ഈ വിനായകനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല, ഒരു ആരും പരാതിയില്ല എന്നതുകൊണ്ടാണല്ലോ. അത് മാത്രമല്ല ഇതിൽ കേസ് വരാൻ പോകുന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ്. പോലീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വിനായകനെതിരെ ഒരു കേസും തൽക്കാലമില്ല, കാരണം ആരും പരാതിക്കാരില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയ ആളുകൾക്കെതിരെ കേസ് ഉണ്ടാവും. അത് സൈബർ നിയമം അനുസരിച്ച് അത് ഉണ്ടാവുക തന്നെ പ്രത്യേകമായിട്ട് വരുമായിരിക്കും. പിന്നെ അതിന് കുറെയൊക്കെ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ വിശാൽ ലെഫ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു, അതിന്റെ പ്രിവിലേജ് ഉണ്ടാകും. ചിലപ്പോഴെങ്കിലും കേസെടുത്താൽ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുന്നു, ദളിത് സമൂഹത്തിൽപ്പെട്ട ആൾക്കെതിരെ കേസെടുക്കുന്നു തുടങ്ങിയ വാദഗതികൾ വന്നേക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എല്ലാ സമുദായങ്ങളിലും ഉള്ളവർ നമ്മളെന്താ ദൈവത്തിന്റെ മക്കളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ മക്കളാണെന്നോ ഒക്കെയുള്ള തിരിച്ചറിവിൽ നേരത്തെ ജോസ് തോമസ് സാർ വളരെ ശക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ രീതിയിൽ എനിക്കത് പറയാൻ കഴിയില്ല, അത് മറ്റ് ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടാവും. ജോസ് തോമസ് സാർ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ വിനായകൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും എന്താ പറയുക വിനായകന്റെ ഈ കഴിവിനെ ഡീമീൻ ചെയ്യാണ്. വിനായകൻ എന്ന വലിയ നടനെ ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, രജനീകാന്ത്, മോഹൻലാല് അടക്കമുള്ളവർക്ക് വില്ലനായി, ഒരു പ്രധാന രജനീകാന്തിന്റെ സിനിമയിൽ വില്ലനായി അടക്കം വരുന്ന അദ്ദേഹം സ്വയം
താഴുകയാണ്, സ്വയം അദ്ദേഹത്തിന്റെ വില കളയുകയാണ്, അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഇകഴ്ത്തുകയാണ്. അപ്പൊ അദ്ദേഹം കലാകാരന്റെ രീതിയിലും മനുഷ്യന്റെ രീതിയിലും പുനർചിന്തിക്കണം, പഠിക്കണം. ഈ ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. ചർച്ചകളിൽ നിന്ന് പഠിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് തുടരാനൊരു അവസരമാണ്. ഹി ഷുഡ് ഗെറ്റ് ഹിംസെൽഫ് ഇൻ കൺട്രോൾ, ഹി ഷുഡ് ക്യാരി ഹിംസെൽഫ് ബെറ്റർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമല്ലോ. അതുകൊണ്ട് ഐ ഹോപ്പ് ഹി വിൽ ഗെറ്റ് ഹി ഷുഡ് ഗ്യാദർ ഹിംസെൽഫ് ഇൻ എ ഗുഡ് വേ. അതാണ് ശരി. ശ്രീ ദിനു ബെയിൽ, ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു കാര്യം